ഫേസ്ബുക്കിൽ അധിക്ഷേപം നേരിട്ട ഗായകൻ സന്നിധാനന്ദന് പിന്തുണയുമായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു രംഗത്ത് വന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പിന്തുണ അറിയിച്ചത്. തൃശ്ശൂർ ശ്രീകേരളവർമ്മ കോളേജിൽ സന്നിധാനന്ദ അധ്യാപികയായിരുന്നു ഡോക്ടർ ആർ ബിന്ദു. നിങ്ങൾക്കറിയുന്ന പോലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ ഏറ്റവും ജനപ്രീതിയുള്ള മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു സന്നിധാനന്ദൻ. ലക്ഷക്കണക്കിന് ആളുകളാണ് സന്നിധാനന്ദന് പിന്തുണയുമായി ആ കാലത്ത് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോഴും സന്നിധാനന്ദൻ ഒരു ഗായകൻ എന്ന നിലയിൽ പ്രശസ്തനാണ്. തൃശ്ശൂർ ശ്രീകേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു സന്നിധാനന്ദൻ. അതിനെല്ലാം ഉപരി പല സമയങ്ങളിലും ഇതേപോലെ ചില ആളുകൾ വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ സന്നിധാനന്ദനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ പിന്തുണയുമായി സന്നിധാനന്ദനായി അണിനിരന്നിട്ടുണ്ട്. ഇപ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല. ഇപ്പോൾ ഡോക്ടർ ആർ ബിന്ദു തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അവിടുത്തെ എനിക്കൊന്ന് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ ആക്ടിംഗ് പ്രിൻസിപ്പൽ കൂടിയായിരുന്നു ഡോക്ടർ ബിന്ദു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. സന്നിധാനന്ദനെ പോലെ ഒരു കലാകാരൻ, അദ്ദേഹം വളർന്നു വന്ന ഒരു പശ്ചാത്തലം, അദ്ദേഹം നേരിട്ടിട്ടുള്ള പ്രതിസന്ധികൾ, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം കീഴടക്കിയിട്ടുള്ള ഉയരങ്ങൾ, അതായത് എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഐഡിയ സ്റ്റാർ സിംഗറിലെ താരങ്ങൾ ഒരുപക്ഷെ സിനിമാ താരങ്ങൾക്കൊപ്പം തന്നെ അവരെ ആരാധിച്ചിരുന്ന മലയാളി പ്രേക്ഷകരാണ് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നത്. അത്തരത്തിലൊക്കെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു താരത്തെ അദ്ദേഹത്തിന് പല ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഒരുപാട് സത്യഭാമമാർ ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു അധിക്ഷേപമാണ് ഉണ്ടായത്. അതായത് മുടി നീട്ടി വളർത്തിയ സന്നിധാനന്ദൻ്റെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞൊരു കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് എൻ്റെ ഭാര്യയുടെ ചിത്രം കൂടി അതിനൊപ്പം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വേദന എനിക്കുണ്ടായത്. ഞാൻ ചെറുപ്പം മുതൽ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിടുന്ന ഒരാളാണ്, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായത് എൻ്റെ ഭാര്യയുടെ ചിത്രം കൂടി അതിനൊപ്പം ചേർത്ത് വെച്ചത് കൊണ്ടാണ് എന്നാണ്. എന്തായാലും നമ്മൾ ഇന്നലെ ഈ വാർത്ത നൽകിയതിന് പിന്നാലെ ആ പോസ്റ്റ് ഇട്ട ഉഷാകുമാരി എന്ന വനിത ആ പോസ്റ്റ് പിൻവലിക്കുകയും നമ്മുടെ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ വന്ന് അവർ ക്ഷമാപണം നടത്തുകയും തുടർന്ന് എൻ്റെ കയ്യിൽ നിന്ന് സന്നിധാനത്തിൻ്റെ നമ്പർ വാങ്ങി അവർ ക്ഷമാപണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ ക്ഷമാപണം ഒട്ടും സ്വീകാര്യമല്ല, അതുകൊണ്ട് മുറിവുണക്കാനാകുന്നതല്ല തനിക്കുണ്ടായ വേദന എന്നാണ് സന്നിധാനന്ദൻ വ്യക്തമാക്കിയത്. എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കില്ല എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തോട് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. നിങ്ങൾക്കറിയുന്ന പോലെ ഈ സന്നിധാനന്ദനെ ഐഡിയ സ്റ്റാർ സിംഗറിൽ മത്സരിക്കുമ്പോൾ ആ പരിപാടിയുടെ ചുമതലക്കാരനായിരുന്നു ഞാൻ. അതുകൊണ്ട് സന്നിധാനന്ദനെ എനിക്ക് വളരെ കൂടുതൽ അടുത്തറിയാം. അന്ന് അജയൻ കെ നായരായിരുന്നു ആ പരിപാടിയുടെ പ്രൊഡ്യൂസർ. അപ്പോൾ അജയനുമൊക്കെ പറഞ്ഞ് എനിക്കറിയാം സന്നിധാനന്ദൻ്റെ മനസ്സിൻ്റെ വലിപ്പമൊക്കെ തന്നെ. സന്നിധാനന്ദൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും.